സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. ഇങ്ങനെ ഏങ്ങിക്കരയാനും മാത്രം എന്ത് സംഭവിച്ചുവെന്ന് അന്തം വിട്ടു നിൽക്കുകയാണ് സന്ദീപ്. പല ചിന്തകളും മനസ്സിൽ വന്നുപോയി. സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണോ? അല്ല, അത് ഇത്രമാത്രം നീണ്ടുപോകില്ല. പെൺകുട്ടികൾക്ക് കരയാൻ പുരുഷന് ഊഹിക്കാൻ പോലും കഴിയാത്ത കാരണങ്ങളുണ്ടാവാം. ചിരിക്കേണ്ട സ്ഥലത്ത് പോലും അവർക്കറിയാറുണ്ട്. കരച്ചിലിൻ്റെ അലകൾ അടങ്ങുവോളം സന്ദീപ് കാത്തു നിന്നു. പിന്നെ മെല്ലെ വിളിച്ചു, അല്ലി, എന്താ പറ്റിയത്? ഞാൻ പിന്നെ വിളിക്കാം. കോൾ കട്ടായി. സന്ദീപ് അസ്വസ്ഥനായി ഫോണും കയ്യിൽ പിടിച്ച് മുറിയിൽ കൂടി നടന്നു. 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സന്ദീപിൻ്റെ ഫോണിലേക്ക് റിങ് വന്നു. നോക്കാതെ തന്നെ അല്ലിമയാണെന്ന് അവന് തീർച്ചയുണ്ടായിരുന്നു. അല്ലിമയുടെ കോൾ വരുമ്പോഴെല്ലാം അങ്ങനെയാണ്. പ്രത്യേകിച്ച് റിംഗ് ടോൺ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഫോൺ റിങ് ചെയ്യുമ്പോൾ അറിയാം അല്ലിമ വിളിക്കുകയാണ്. ചെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. ഹലോ അല്ലി. സന്ദീപേട്ടാ, നീ എന്തിനാ കരഞ്ഞത്? എനിക്ക് കരയണമെന്ന് തോന്നി. വേറെ ആരുടെ അടുത്ത് ഞാൻ കരയും? സംഗതി എന്താന്ന് പറ. സന്ദീപേട്ടൻ എന്ത് തോന്നി? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പലതും ആലോചിച്ച് നോക്കി. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും? സന്ദീപ് സംശയത്തോടെ നിന്നു. സന്ദീപേട്ടൻ്റെ ഭാഗത്തു നിന്ന് കുന്തം. എൻ്റെ സന്ദീപേട്ടാ, കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. ഒന്നും അറിയാത്ത പോലെ ചില നേരത്ത്. സന്ദീപിന് ടെൻഷനായി. താനെന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അറിയാതെ പോയോ? ഇനി അവിടെ ഇരുന്ന് ആലോചിക്കുക. ആരും ഒന്നും വിളിച്ചു പറഞ്ഞില്ലേ അങ്ങോട്ട്? അല്ലിമയുടെ ചോദ്യം. കിച്ചു വിളിച്ചു പറഞ്ഞു. എന്തു പറഞ്ഞു? അല്ലിയുടെ വീട്ടിൽ അങ്കിളുമൊത്ത് പോയിരുന്നെന്നും പ്രപ്പോസലിൻ്റെ കാര്യം സംസാരിച്ചെന്നും. എന്നിട്ട് അല്ലിയുടെ അച്ഛൻ ഫൈനൽ ഡിസിഷൻ അല്ലിക്ക് വിട്ടു എന്നാ അവൻ പറഞ്ഞത്. എൻ്റെ ഫൈനൽ ഡിസിഷൻ എന്തായിരുന്നെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, കല്യാണം നടത്താൻ സമ്മതമാണെന്ന്. എന്നിട്ടെന്താ അപ്പം തന്നെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. എൻ്റെ സന്ദീപേട്ടാ, ഇതിങ്ങനെ നിസ്സാരമായിട്ടാണോ കാണുന്നേ? ഞാനിവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ട് നിൽക്കുക. അതെന്താ എല്ലാവരും കൂടി സംഘടിതമായിട്ട് അല്ലിയെ ആക്രമിക്കാൻ വന്നോ? ആക്രമിക്കാനോ? അവരെന്താ വന്യമൃഗങ്ങളാണോ? സന്ദീപേട്ട, ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് സന്ദീപേട്ടൻ അറിയൂ? അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു. നീ പഠിക്കുന്നോ കല്യാണം കഴിക്കുന്നോ? യെസ് ഓർ നോ, രണ്ടിലൊന്നും പറഞ്ഞേ പറ്റൂ. 5 മിനിറ്റാണ് തന്നിരിക്കുന്ന സമയം. ഈശ്വര, ഞാൻ എന്തെല്ലാം ആലോചിച്ചു ആ 5 മിനിറ്റ് കൊണ്ട്. അതൊന്നും ഒരിക്കലും ആർക്കും മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലാകുമല്ലേ? എന്നിട്ടാണോ എന്തിനാ കരഞ്ഞതെന്നൊക്കെ ചോദിച്ചേ? ആ ചോദ്യം ഇപ്പോഴും ഉണ്ട്. എന്തിനാ കരഞ്ഞത്? പറയാതെ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാലും മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലാകുമല്ലേ? എന്നിട്ടാണോ എന്തിനാ കരഞ്ഞതെന്നൊക്കെ ചോദിച്ചേ? ആ ചോദ്യം ഇപ്പോഴും ഉണ്ട്. എന്തിനാ കരഞ്ഞത്? പറയാതെ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാലും മനസ്സിലാകില്ല. സോറി, ഞാനത്ര വലിയ ടെൻഷൻ അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കും. ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലേ? എന്തിന്? അങ്കിളിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ ചോദിക്കാൻ? അപ്പോൾ ഞാനെന്ത് മറുപടി പറയുമെന്ന് ഓർത്തിട്ട്? എനിക്കറിയാമല്ലോ. എന്തറിയാം? ഇനി ഒരിക്കലും അല്ലി എന്നെ കൈവിട്ട് കളയില്ലെന്ന്. അതെന്താ അത്ര ഉറപ്പ്? ഒരു തവണ എന്നെ നിഷ്കരണം തള്ളി പറഞ്ഞതല്ലേ? നമ്മൾ പിന്നെ സ്നേഹിച്ചു. എന്നിട്ട് വീണ്ടും എന്നെ ഉപേക്ഷിക്കാന്ന് വെച്ചാ? അങ്ങനൊരു ക്രൂരത ഒരിക്കലും അല്ലിക്ക് കാണിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു. ആ വിശ്വാസം എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ സങ്കടം അതൊന്നുമല്ല സന്ദീപേട്ടാ. ഞാനിവിടെ പലർക്കും റോൾ മോഡലായിരുന്നു. വിശാഖിനോടും ബിന്ദാരയോടുമൊക്കെ അച്ഛനും അമ്മയും എപ്പോഴും ഗുണദോഷിക്കും. അല്ലിമയെ കണ്ടു പഠിക്ക്. നിങ്ങളുടെ ചേച്ചിയല്ലയോ അവൾ? അവളുടെ സ്വഭാവം എന്നാ ഇങ്ങനെയായി പോയതെന്നൊക്കെ. അതിനിപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ കുറേ ഉയരത്തിന്ന് കമിഴ്ന്നടിച്ച് നിലത്തേക്ക് വീണു. വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ. എൻ്റെ എല്ലാ ക്വാളിറ്റീസും ആരോ എടുത്ത് കളഞ്ഞ പോലെ തോന്നുക. ഇപ്പോൾ ഞാൻ വെറും ഒരു പെണ്ണ്. എൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം പോയി. കല്യാണം കഴിക്കാൻ മാത്രം കൊള്ളാം. അതല്ലേ എനിക്ക് വേണ്ടത്? സന്ദീപ് ചെറു ചിരിയടക്കി ശബ്ദം താഴ്ത്തി. ചിരിക്കുവാണോ? അല്പം ദേഷ്യത്തിലാണ് ചോദ്യം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. കുറേ ഉയരത്തിൽ നിൽക്കുന്ന പെണ്ണാണെങ്കിൽ ഞാൻ എപ്പോഴും മുകളിലോട്ട് നോക്കണ്ടേ? നിലത്തിറങ്ങി നടക്കുന്നവളാണെങ്കിൽ എനിക്ക് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാം. അതല്ലേ സൗകര്യം? കളിയാക്കല്ലേ സന്ദീപേട്ടാ. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഞാൻ ചെറുതായിപ്പോയി. അവർക്ക് എന്നെ പറ്റിയിട്ട് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നതാ. അവരുടെ അഭിമാനമായിരുന്നു ഞാൻ. എല്ലാം പോയില്ലേ? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ?
ഒന്നും പറഞ്ഞില്ല. എൻ്റെ ചെകിട്ടത്ത് ഒരെണ്ണം തരേണ്ടതാ. നീ പിന്നെ എന്തിനാടി IAS കാരിയാകുമെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ പറഞ്ഞായിരുന്നോ എല്ലാവരോടും? സന്ദീപ് വിസ്മയത്തിൽ ചോദിച്ചു. എൻ്റെ അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, സിവിൽ സർവീസ് എഴുതിയെടുക്കണം, പറ്റുമെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജ് എടുത്ത് കളക്ടറായി വരണം എന്നൊക്കെ. പഠിക്കാൻ പറ്റിയ തലയായിരുന്നത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും വലിയ പ്രതീക്ഷയായിരുന്നു. ഏജ് ഓവറായിട്ടൊന്നുമില്ലല്ലോ, കല്യാണം കഴിയട്ടെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓ, അതൊക്കെ ഇനി ഒരു വഴിക്കാം. കോൺഫിഡൻസ് ഉണ്ടായാൽ മതി, നടക്കും. 2 ബോയ് ഫ്രണ്ട്സിനെ ഒരേ സമയത്ത് കൊണ്ടു നടക്കാൻ പറ്റുമോ? 2 പേരോ? സന്ദീപ് അത്ഭുതത്തിൽ ചോദിച്ചു. നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ മനസ്സുകൊണ്ട് പ്രണയിക്കണം. എന്നാലേ അത് സഫലീകരിക്കാൻ പറ്റൂ. അതെൻ്റെ പ്രണയമായിരുന്നു. അപ്പോഴാ സന്ദീപേട്ടൻ ഇടയ്ക്ക് കയറി വന്നത്. അപ്പോൾ ഞാനാണ് പ്രശ്നക്കാരൻ? അതെ. എന്താ സംശയം? ഒരു സംശയവുമില്ല. അച്ഛനെയും അമ്മയും ഫേസ് ചെയ്യാനാ ഇനി ബുദ്ധിമുട്ട്. അവർ കുറേ വഴക്ക് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ എന്ന മട്ടില 2 പേരും. അവർ സമ്മതിച്ചല്ലോ, അതിന് താങ്ക്സ് പറയുക. കടുംപിടുത്തക്കാരായ പേരൻസ് ആണെങ്കിൽ സമ്മതിക്കുമോ? അവരുടെ മുന്നിൽ ഞാൻ ആദ്യമായിട്ട് തോറ്റുപോയി സന്തുവേട്ട. ഇനി എന്നെക്കുറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അതെല്ലാം താൽക്കാലികം മാത്രമല്ലേ? ഇതോടെ അല്ലിയുടെ ഫ്യൂച്ചർ നശിക്കാൻ പോവുകയാണോ? അല്ലല്ലോ. ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു സ്ഥാനത്ത് എത്തിച്ചേരാനും ചാൻസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ വിഷുവിൻ്റെയും ഇന്ദുവിൻ്റെയും കളിയാക്കലും കൂടി ഞാൻ കേൾക്കണം. അതൊക്കെ ഒരു രസമല്ലേ മോളെ? പ്രണയത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കിക്കോട്ടെ. സംസാരിച്ച് ഒടുവിൽ ടെൻഷൻ ഒഴിഞ്ഞ് അല്ലിമ സമാധാനത്തിലായ ശേഷമാണ് സന്ദീപ് ഫോൺ വെച്ചത്. അവനൊരു മൂളിപ്പാട്ടും പാടി ഹാളിലിറങ്ങി അവിടെ ചുറ്റിക്കറങ്ങി. അപ്പോഴാണ് രാജശ്രീ അവനെ കണ്ടത്. എന്താ സന്തു, പതിവില്ലാത്തൊരു മൂളിപ്പാട്ടും ചുറ്റിത്തിരിയലും? ഒന്നുമില്ലമ്മേ. അങ്കിൾ അമ്മയെ വിളിച്ച് പറഞ്ഞില്ലേ, ഒരു വലിയ എക്സാം റിസൾട്ട് അറിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. ഒടുവിൽ IASഉം IPSഉം എല്ലാം വേണ്ടെന്ന് വെച്ചു. നിന്നെ മതി. അതല്ലേ അമ്മേ സ്നേഹം? ആണോ? പെൺകുട്ടികൾ അവരുടെ ലക്ഷ്യം മറന്ന് ഒരാണിൻ്റെ പിന്നാലെ പോകുന്നതിനാണോ സ്നേഹം എന്ന് പറയുന്നത്? ഒന്ന് അമ്മേ, വലിയ വർത്തമാനവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അപ്രീസിയേഷൻ ഇല്ല. പിന്നെ നീ ഒരു പെണ്ണിനെ വശത്താക്കിയെടുത്തതിന് നിന്നെ ഞങ്ങളെല്ലാവരും കൂടി അഭിനന്ദിക്കണോ? വേണം. അമ്മയ്ക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഞാനെന്ന് നനച്ചാൽ അത് നടത്തിയിരിക്കും. ആദ്യം ഞാൻ അല്ലിമയെപ്പറ്റി പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? വിട്ടിട്ട് പോ മോനെ ദിനേശാന്ന് അല്ലേ? അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവളെ എനിക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് അല്ലേ? ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേര് അപ്രീസിയേഷൻ എന്നാണെങ്കിൽ നീ അതിലേക്ക് ചേർത്തോ. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ ആഗ്രഹിച്ചാലേ നമുക്ക് കിട്ടൂ. ചുമ്മാ ആഗ്രഹിച്ചാൽ പോരാ, തീവ്രമായിട്ട് ആഗ്രഹിക്കണം. അതിലൊരു അൺറിട്ടൺ മെസ്സേജ് ഉണ്ടാകും. അത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച ആളിൻ്റെ അടുത്ത് ചെന്ന് വിളിക്കും. പിന്നെ അങ്ങനെ വിളിച്ചിട്ടല്ലേ അവളെ പിന്നെ നീ വീണ്ടും കണ്ടത്? ആ പ്രളയം വന്നതുകൊണ്ട് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി. അല്ലാതെ നിനക്ക് വേണ്ടിയാണോ പ്രളയം ഉണ്ടായത്? വേറെ ആരോടും പറയരുത്, എല്ലാവരും കൂടെ നിന്നെ തല്ലിക്കൊല്ലും. സന്ദീപ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. രാത്രി രാജശ്രീ ഭർത്താവിനോട് സന്ദീപിൻ്റെ കല്യാണക്കാര്യം സംസാരിച്ചു. അവൻ വിചാരിച്ച പോലെ തന്നെ സംഗതി നടക്കുന്ന ലക്ഷണമാ. ആ പെണ്ണ് സമ്മതിച്ചു. അവളുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ജയദേവൻ നമ്പ്യാർ നെറ്റി ചുളിച്ചു. ഒടുക്കം അവരത് അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. സിവിൽ സർവീസിന് പോകുന്നോ അതോ സന്തുവിനെ കല്യാണം കഴിക്കുന്നോന്ന് അവൾക്ക് അവന് മതിയെന്ന് പറഞ്ഞു. ഓ, അത്രയ്ക്കൊക്കെ ഉണ്ടോ നമ്മുടെ മോൻ? ജയദേവൻ നമ്പ്യാർ തെല്ലൊരു തമാശ മട്ടിൽ ചോദിച്ചു. നിങ്ങളുടെയല്ലേ മോൻ, വിചാരിച്ച കാര്യം നടത്തണമെന്ന് വലിയ വാശിയ. അവൾക്ക് അവനോട് ശരിക്കും സ്നേഹമുണ്ടല്ലേ? ഞാൻ വിചാരിച്ചത് കാര്യത്തോടടുക്കുമ്പോൾ അവൾ വിട്ടിട്ട് പോകുമെന്നാ. അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചതല്ലേ? അതവൾക്കും അറിയാമല്ലോ. എന്നാൽ പിന്നെ സുധാകരനെ വിളിച്ചു പറ, നമുക്കൊരു ദിവസം അങ്ങോട്ട് ചെല്ലാം. പ്രതീക്ഷിച്ച തടസ്സവാദങ്ങളൊന്നും ഭർത്താവിൽ നിന്ന് ഉണ്ടാകാതിരുന്നതോടെ രാജശ്രീക്ക് സമാധാനമായി. അടുത്ത ദിവസം തന്നെ രാജശ്രീ സുധാകരൻ നായരെ വിളിച്ച് അല്ലിമയുടെ വീട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു ദിവസം തീരുമാനിക്കാനും ആ വിവരം അവരെ അറിയിക്കാനും ചുമതലപ്പെടുത്തി. പിന്നെ സുധാകര, അല്ലിമയുടെ ജാതകം കൂടി എടുത്തു വെക്കാൻ പറയണേ. പൊരുത്തം നോക്കണ്ടേ?
അത് ഞാൻ പറഞ്ഞോളാം. ഏത് ദിവസമാണ് ചേച്ചിക്കും ചേട്ടനും വരാൻ പറ്റിയതെന്നും കൂടി പറയാമോ? ഇവിടെ ഞായറല്ലേ ഒഴിവുള്ളൂ? ശരി, ഞാൻ പറയാം. സുധാകരൻ നായർ ഫോൺ വെച്ചു. തൊട്ടടുത്ത ഞായറാഴ്ച തന്നെ പോയേക്കാമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് സുധാകരൻ നായർ വൈഷ്ണവിയെയും കൂട്ടി വൈകുന്നേരം അല്ലിമയുടെ വീട്ടിൽ ചെന്നു. ശ്രീലക്ഷ്മി ഇറങ്ങി വന്ന് അവരെ ഹാർദവമായി സ്വീകരിച്ചു. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായ കൊടുത്തു. അടുത്ത ഞായറാഴ്ച സന്തുവിൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും കൂടി വരാമെന്ന് പറയുന്നു. ഇവിടെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? സുധാകരൻ നായർ രാജഗോപാലിനോടും ശ്രീലക്ഷ്മിയോടുമായി ചോദിച്ചു. ഇവിടെ എന്താണ് അസൗകര്യം? നമ്മളൊക്കെ എപ്പോഴും ഇവിടെ തന്നെയുള്ളവരല്ലേ. എന്നാ വരാൻ പറയട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, രാജഗോപാൽ പ്രോത്സാഹിപ്പിച്ചു. തൽക്കാലം ചായ കുടിച്ച് ഇരുകൂട്ടരും പിരിഞ്ഞു. ശ്രീലക്ഷ്മി ഗേറ്റ് വരെ അവരെ അനുഗമിച്ചു. ഒരു കാര്യം പറയാൻ വിട്ടു. അല്ലിമയുടെ ജാതകം കൂടി ഒന്നെടുത്ത് വെക്കണേ, പൊരുത്തം നോക്കണ്ടേ? വൈഷ്ണവി പറഞ്ഞു. ശ്രീലക്ഷ്മിയുടെ മുഖം വാടിയെങ്കിലും വൈഷ്ണവിയോ സുധാകരനോ അത് ശ്രദ്ധിക്കാതെ ഗേറ്റ് കടന്നുപോയി. ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ശ്രീലക്ഷ്മി രഹസ്യമായി പറഞ്ഞു. അവര് അല്ലിയുടെ ജാതകം ചോദിച്ചു. എന്തിന്? രാജഗോപാൽ നീരസം പൂണ്ടു. അങ്ങനൊരു ഏർപ്പാടുണ്ടല്ലോ. രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി പൊരുത്തങ്ങൾ നിശ്ചയിക്കണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾ അവന് വേണ്ടി എല്ലാം വേണ്ടെന്ന് വെച്ചതല്ലേ. അതിൽ കൂടുതൽ എന്താ പൊരുത്തം? അവർ നിർബന്ധം പിടിച്ചാലോ? അല്ലിക്ക് ജാതകം ഇല്ലെന്ന് തന്നെ പറഞ്ഞേക്കണം, അത്ര തന്നെ. രാജഗോപാൽ കടുപ്പിച്ച് തന്നെ പറഞ്ഞു. ശ്രീലക്ഷ്മി ഭർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആ നോട്ടത്തിന് നാനാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. എറണാകുളത്തേക്ക് പോകാൻ രാജശ്രീ ബിന്ദുജിയെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകണം, കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാകും, ലീവില്ല എന്നൊക്കെ പറഞ്ഞ് ബിന്ദുജ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും രാജശ്രീ വിട്ടില്ല. നന്ദന രാജശ്രീയുടെ പുറകെ നടന്ന് കെഞ്ചി കെഞ്ചി ഒടുവിൽ കൂടെ പോകാനുള്ള പാസ് വാങ്ങി. അവർ പുറപ്പെടുന്നതിന് മുമ്പ് സന്ദീപ് രാജശ്രീയെ സമീപിച്ച് പറഞ്ഞു. അമ്മ അച്ഛനോട് പറയണം, വലിയ കടമ്പിടുത്തങ്ങളൊന്നും വേണ്ടെന്ന്. എന്ത് കടമ്പിടുത്തം? രാജശ്രീ നെറ്റിച്ചൊളിച്ചു. അച്ഛൻ നോക്കുമ്പം എന്തെങ്കിലും കുറ്റം കാണും. അവരുടെ മുറ്റത്തിന് വീതി പോരാ, സിറ്റൗട്ടിൻ്റെ റെയിലിംഗ് അശുഭമാണ്, പെണ്ണിൻ്റെ അമ്മയ്ക്ക് കോങ്കണ്ണുള്ളതായി സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും. അതിലൊന്നും തട്ടിത്തടഞ്ഞു നിൽക്കരുതെന്നാ പറഞ്ഞത്. സന്തു, താക്കീതിൻ്റെ സ്വരത്തിൽ രാജശ്രീ വിളിച്ചു. നീ അച്ഛനെ അത്ര കുറച്ച് കാണണ്ട കേട്ടോ. അച്ഛൻ എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അതിലൊരു കാര്യം കാണും. ഇന്നേ വരെ അത് തെറ്റിയിട്ടില്ല. സ്ത്രീധനം, സ്വർണം, പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ തറവാട്ട് മഹിമ, ഇതൊന്നും വിഷയമാക്കരുത്. അതെന്താ? അതൊന്നും അവർക്കില്ലേ? ഉണ്ടായിരിക്കും. അല്ലിയുടെ അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുമല്ലെങ്കിലും ഹരിത ഹൗസിംഗ് കോളനിയിൽ ഒരു വില്ലയുണ്ടല്ലോ. അതൊക്കെ മിഡിൽ ക്ലാസ്സുകാർക്ക് മാത്രമേ പറ്റൂ. നീ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ചിലപ്പോൾ അവരുടെ കയ്യിൽ സമ്പാദ്യമൊന്നും ഉണ്ടാകണമെന്നില്ല. നമ്മൾ പെണ്ണിൻ്റെ ഷെയറിലൊന്നും കണ്ണു വെക്കരുതെന്നാ പറഞ്ഞത്. ഓ, സ്ത്രീധനമൊന്നും തന്നില്ലെങ്കിലും നീ അവളെ കെട്ടാൻ റെഡിയാണെന്നല്ലേ? അതെന്തിനാ ഇത്ര വളച്ചു കെട്ടി പറയുന്നേ? അമ്മ എൻ്റെ മനസ്സും കൂടി ഒന്ന് കാണണം. അത് കണ്ടിട്ടല്ലേ ഇപ്പോൾ കല്യാണാലോചനയ്ക്ക് പോകുന്നത് തന്നെ. തൊണ്ടയിൽ തടയുന്നതൊന്നും വിഴുങ്ങാൻ നിന്റെ അച്ഛൻ തയ്യാറല്ല. വേറൊരു കുഴപ്പവുമില്ല. നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് തന്നെ ഉദ്ദേശിച്ചാ ഞങ്ങൾ പോകുന്നേ, രാജശ്രീ തുറന്നു പറഞ്ഞു. ബിന്ദു ചേച്ചി കുറ്റം പറയും. മറ്റേ കല്യാണാലോചന ഞാൻ റിജക്റ്റ് ചെയ്തതിൻ്റെ ദേഷ്യം കാണും. അമ്മ അതൊന്നും ഗൗനിച്ചേക്കരുത്. എനിക്കറിയാം, നീ പ്രത്യേകിച്ച് പറയണ്ട. രാവിലെ 7 മണിയോടെ 4 പേരും കാറിൽ കയറി എറണാകുളത്തേക്ക് തിരിച്ചു. അവർ പോയ ഉടനെ സന്ദീപ് ഫോണെടുത്ത് അല്ലിമയെ വിളിച്ചു. കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന അല്ലിമ ആദ്യത്തെ റിങ്ങിന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. അല്ലെങ്കിലും അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. സന്ദീപ് ഇപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച് ഫോൺ കയ്യിലെടുക്കുമ്പോഴേക്കും റിങ് ചെയ്തിരിക്കും. നോക്കുമ്പോൾ സന്ദീപിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം ഡിസ്പ്ലേയിൽ തെളിയും. ചിലപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ വീട് തൂത്ത് തുടയ്ക്കുകയാവും. അപ്പോഴാണ് പെട്ടെന്നൊരു തോന്നൽ വരിക, സന്ദീപ് ഇപ്പോൾ വിളിച്ചേക്കുമല്ലോ. അതെങ്ങനെ ഇത്ര കൃത്യമായി വരുന്നെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല. സന്ദീപിനോട് ചോദിക്കുമ്പോഴെല്ലാം ഒരേ മറുപടിയാണ്, അതാണ് മോളെ ടെലിപ്പതി എന്ന്. എറണാകുളം ജില്ലയിലിരുന്ന്
ഒരാൾ ആലപ്പുഴക്കാരനെ ഓർക്കുമ്പോൾ അയാൾ എങ്ങനെ അറിയുന്നു അത്? താൻ പറയാൻ നാവിൻ തുമ്പിലെത്തിച്ച കാര്യങ്ങൾ അതേ നിമിഷം തന്നെ സന്ദീപ് പറയുന്നത് കേട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറിച്ചും സന്ദീപ് അവിടെ ഇരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയും. ഇവിടെങ്ങാനും CCTV ക്യാമറ വെച്ച് കണ്ടിട്ടാണ് പറയുന്നതെന്ന് തോന്നിപ്പോകും. നിന്നെ പറ്റിയാണ് ഏത് നേരത്തും എൻ്റെ ചിന്ത. നീ ആ വീട്ടിൽ നടക്കുന്നതും ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും എന്തിന് മുടി ചീകുന്നത് പോലും എനിക്ക് കാണാം. എനിക്ക് ആ വീടിൻ്റെ മുക്കും മൂലയും എല്ലാം അറിയാമല്ലോ, സന്ദീപ് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ് പതയും. അല്ലി, അവരങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഫോണിൽ കൂടി അല്ലിമ്മ സന്ദീപിൻ്റെ ശബ്ദം കേട്ടു. ആരൊക്കെയാ? അച്ഛൻ, അമ്മ, ചേച്ചി, നന്ദന. നന്ദനയെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാം നന്നായിട്ട് വരണേന്ന് പ്രാർത്ഥിക്കണേ. സന്ദവേട്ടന് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമൊന്നുമില്ല. അച്ഛൻ്റെ കാര്യത്തിൽ അല്പം ടെൻഷനുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ടില്ലെന്നോർത്താണോ? അങ്ങനൊന്നുമല്ല. അച്ഛൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പരിഗണിക്കാറുണ്ട്. പക്ഷെ ചില നേരത്തെ ദുർവാസാവാണ്. ടെൻഷൻ അടിപ്പിക്കല്ലേ. ഒന്നുമില്ലെന്നേ. അച്ഛൻ്റെ വിചാരം അച്ഛനൊരു സ്പെഷ്യലിസ്റ്റാണെന്നാ. എന്തിലാണ് സ്പെഷ്യലിസ്റ്റ്? മനുഷ്യരെ വിലയിരുത്തുന്ന കാര്യത്തിലും ന്യായാന്യായങ്ങൾ വേർതിരിക്കുന്ന കാര്യത്തിലും ശരിയും തെറ്റും തിരിച്ചറിയുന്ന കാര്യത്തിലും. അങ്ങനെ ചില പ്രത്യേക കഴിവുകളോടുകൂടിയാണ് അച്ഛനെ ദൈവം സൃഷ്ടിച്ചതെന്ന അച്ഛൻ്റെ ഒരു മനസ്സിലിരിപ്പ്. ഞാനെന്തെങ്കിലും ചെയ്യണോ സന്തുവേട്ടാ? എന്തെങ്കിലും പൊടിക്കൈ പറഞ്ഞു തരാനുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ലെന്നേ. ചിലപ്പോൾ അല്ലിമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടപ്പെടും. പെരുമാറ്റമൊക്കെ നല്ലതാ, ആരെയും മുഷിപ്പിക്കില്ല. ഇതിപ്പോൾ കൺഫ്യൂഷനായല്ലോ. ഒരു കൺഫ്യൂഷനും വേണ്ട. എല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ശരി, അത് വിട്ടേക്കാം. ഇന്നലെ രാത്രി എന്നെ സ്വപ്നം കണ്ടോ? എന്നും കാണാറുണ്ടല്ലോ, ഫ്രീ ആയിട്ട്. ടിക്കറ്റ് എടുക്കണ്ട, പെട്രോൾ അടിക്കണ്ട, യാത്ര ചെയ്യണ്ട. എന്ത് സുഖം. ഇന്നലത്തെ സ്വപ്നം ട്രാജഡി ആയിരുന്നു. അയ്യോ, അതെന്താണ്? നമ്മൾ ഒന്നിച്ച് പുഴക്കരയിൽ നിൽക്കുമ്പോൾ വലിയൊരു കാറ്റും മഴയും വന്നു. പുഴയിൽ വെള്ളം കലങ്ങി മറിഞ്ഞു. നമ്മൾ എങ്ങോട്ടൊക്കെയോ ഓടി. ഒടുവിൽ നോക്കുമ്പോൾ നിന്നെ കാണാനില്ല. ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. നീ എവിടെ പോയെന്നറിയില്ല. ഷോ, കഷ്ടം. എന്നിട്ടെന്തായി? ഉറക്കം ഉണർന്നു പോയില്ലേ? അപ്പോഴും ഒരു സമാധാനമായത്. നമുക്കിഷ്ടമുള്ളതുപോലെ സ്വപ്നം കാണാനുള്ള ഒരു സംവിധാനം വേണ്ടതായിരുന്നു അല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വയ്ക്കുക, ഉറങ്ങുമ്പോൾ അത് തന്നെ കാണുക. എന്ത് രസമായിരിക്കുകയല്ലേ? അലിമ ചിരിച്ചും കൊണ്ട് പറഞ്ഞു. വാട്സാപ്പിൽ വാ, ഞാൻ വീഡിയോ കോൾ വിളിക്കാം. കണ്ടുകൊണ്ട് പറയാലോ. അയ്യോ, ഇവിടെ ഇപ്പോൾ പറ്റില്ല കേട്ടോ. അച്ഛനും അമ്മയും ഇന്ദാരയും വിശാഖും ഒക്കെ തേരാപാര നടക്കണുണ്ട്. റൂമിൽ കയറി വാതിലടയ്ക്ക്. ഈ രാവിലെയോ? അതും ഇവിടെ ഗസ്റ്റ് വരാനുള്ളപ്പോൾ എന്തെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അത് നടക്കില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം, മതി. അത്രയെങ്കിലും ആവട്ടെ. അല്ലിമ കോൾ കട്ട് ചെയ്ത് വാട്സപ്പ് എടുത്തു. അപ്പോഴേക്കും കോൾ വന്നു കഴിഞ്ഞു. സന്ദീപ് ചിരിച്ചും കൊണ്ട് നിൽക്കുന്നു. അല്ലിമ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആശ്ചര്യത്തോടെ നിന്നു. കാക്കനാട് എത്തിയപ്പോൾ നന്ദന ഗോപികയെ വിളിച്ച് പറഞ്ഞിരുന്നതിനാൽ വൈഷ്ണവിയും സുധാകരൻ നായരും കിഷോറും എല്ലാം സിറ്റൗട്ടിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. 10 മണിക്ക് മുൻപേ ജയദേവൻ നമ്പ്യാരും കുടുംബവും എത്തിച്ചേർന്നു. അവർ കാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും വൈഷ്ണവിയും ഗോപികയും ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ? സുധാകരൻ നായർ ചോദിച്ചു. അരൂരിൽ വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കാർ നിർത്തി കഴിച്ചിട്ടാ പോന്നത്, രാജശ്രീ പറഞ്ഞു. ഇവിടെ വന്ന് കഴിച്ചാൽ മതിയായിരുന്നല്ലോ ചേച്ചി, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതെ, ചേട്ടനും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. 9 മണിക്കപ്പുറം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അറിയാം, എന്നാലും അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ കഴിച്ചില്ലേ? രാജശ്രീ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കൂട്ടിരിക്കാം, വാ. ജയദേവൻ നമ്പ്യാരും കുടുംബവും ഡൈനിങ് റൂമിലേക്ക് ചെന്നു. വൈഷ്ണവി എല്ലാവർക്കും ചായ നൽകി. ജയദേവൻ നമ്പ്യാർ അതും കഴിച്ചില്ല. ഒരു ചായ കുടിക്കുന്നതിലെന്താ? സുധാകരൻ നായർ ചോദിച്ചു. തരുന്നതിൽ സന്തോഷം, പക്ഷേ നമുക്ക് നമ്മുടെ വയറിനോടല്ലേ കൂറു വേണ്ടത്. ഈ ചായ നിരസിച്ചാൽ നിങ്ങൾക്ക് പരിഭവം തോന്നും, പക്ഷേ വയർ സന്തോഷിക്കും. അമിതഭാരം അടിച്ചേൽപ്പിക്കാത്തതിന്. ചിരിച്ചുകൊണ്ട് ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. എനിക്ക് 1 അല്ല 2 ചായ കുടിച്ചാലും ഒരു കുഴപ്പവുമില്ല, രാജശ്രീ പറഞ്ഞു. ഞാനൊരു പൂരിയും കൂടി തിന്നാൻ പോകുക.
അങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാതെ കഴിക്കുന്നത് കൊണ്ടാണല്ലോ ശരീരവും ഇങ്ങനെ ചീർത്ത് വരുന്നത്. ജയദേവൻ നമ്പ്യാർ പറഞ്ഞത് സത്യമായിരുന്നു. രാജശ്രീക്ക് ദുർമേധസ്സുണ്ട്. ഞാൻ പല എക്സസൈസും ചെയ്തു നോക്കി, രാവിലെ നടന്നു നോക്കി. എൻ്റെ വണ്ണം കുറയാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? കാരണം വേറൊന്നുമല്ല, വേണ്ടാത്തതൊക്കെ കഴിക്കും, മിച്ചം വരുന്നതും കഴിക്കും, കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കൊതി തോന്നുന്നതും കഴിക്കും. ജയദേവൻ നമ്പ്യാർ പരിഹസിച്ചു. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്നത്തിനാ ജീവിക്കുന്നേ അല്ലേ വൈഷ്ണവി? രാജശ്രീ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു തുടങ്ങി. നമ്മൾ എപ്പോൾ ചെല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നേ? ജയദേവൻ നമ്പ്യാർ ചോദിച്ചു. അങ്ങനെ കൃത്യസമയമൊന്നും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് മുമ്പ് സുധാകരൻ നായർ പറഞ്ഞു. ഉടനെ പോയേക്കാം. താമസിച്ചാൽ അവർ ഊണിനെ നിർബന്ധിക്കും. നമ്മൾ അത് കഴിക്കേണ്ടി വരും. അവരെന്തായാലും ഊണൊരുക്കും. അത് കഴിക്കാതിരിക്കുന്നത് മര്യാദക്കേടാവില്ലേ? സുധാകരൻ നായർ ചോദിച്ചു. ബന്ധതയൊന്നും ആയില്ലല്ലോ, ആയിട്ട് പോരെ അത്തരം ചടങ്ങുകളൊക്കെ? ഞങ്ങൾ നോക്കിയിട്ട് ബന്ധത ഉറപ്പിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. നല്ല ഫാമിലിയാ. BSNL-ൽ സീനിയർ മാനേജരോ മറ്റോ ആണ് രാജഗോപാൽ സർ. വൈഫ് J&J ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയിൽ ഓഫീസ് മാനേജറാണ്. സുധാകരൻ നായർ വിശദമാക്കി. അതെന്താണ് J&J? വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സ്കൈലൈൻ, പ്രസ്റ്റീജ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയും പോലെ. ഓ, ഐ സി. 3 മക്കൾ. മൂത്ത കുട്ടിയാണ് അല്ലിമ. ഇളയവർ പഠിക്കുന്നു. കണ്ടിടത്തോളം നമ്മളെപ്പോലെയൊക്കെ തന്നെ. അങ്ങനെയാണല്ലോ വേണ്ടതും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചയുടൻ അവർ അല്ലിമയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. നന്ദനയുള്ളതുകൊണ്ട് കൂടെ ഗോപികയും ചേർന്നു. ഇടയ്ക്ക് സുധാകരൻ നായർ രാജഗോപാലിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഹരിപ്പാട്ടിന്ന് അവരെത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ട് വന്നോട്ടെ? വന്നോളൂ, അവർ വന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. രാജഗോപാൽ മറുപടി പറഞ്ഞു. എല്ലാവരും കൂടി നടന്നാണ് അല്ലിമയുടെ വീട്ടിലേക്ക് പോയത്. രാജഗോപാലും ശ്രീലക്ഷ്മിയും അവരെ സ്വീകരിച്ച് ആനയിച്ച് ലിവിംഗ് റൂമിൽ കൊണ്ടിരുത്തി. ബിന്ദാരയും ശ്രീലക്ഷ്മിയും കൂടി വെൽക്കം ഡ്രിങ്ക് നൽകി. ഫാഷൻ ഫ്രൂട്ട് ചേർത്തുണ്ടാക്കിയ ജ്യൂസായിരുന്നു അത്. ജയദേവൻ നമ്പ്യാർ അത് നിരസിച്ചു. ഇത് സിന്തറ്റിക് ഒന്നുമല്ല, അസൽ പാഷൻ ഫ്രൂട്ടാണ്. മെഡിസിനിൽ വാല്യൂ ഉള്ളതാണ് പാഷൻ ഫ്രൂട്ട്. രാജഗോപാൽ പറഞ്ഞു. ഞാൻ അനവസരത്തിൽ ഒന്നും കഴിക്കാറില്ല. വെള്ളം കുടിക്കും. ജീരക വെള്ളമോ മിനറൽ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. വീട്ടിൽ നിന്ന് ചായ കൊടുത്തിട്ട് കുടിച്ചില്ല. വൈഷ്ണവി സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. ഭക്ഷണ കാര്യങ്ങളിൽ ഞാൻ അല്പം ചിട്ടക്കാരനാ. അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടില്ല. രോഗങ്ങളൊന്നുമില്ല. ചിലർക്ക് പരിഭവം തോന്നുമെന്നേയുള്ളൂ. പരിഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടേതായ നിഷ്ഠകളുണ്ടാകും. രാജഗോപാൽ അത് ലഘൂകരിച്ചു. ജ്യൂസ് കുടിച്ചതിന് ശേഷം വിവാഹ സംബന്ധമായ ചർച്ചകളിലേക്ക് കടക്കാമെന്നായി. ഞങ്ങൾക്ക് 3 മക്കളാ. അല്ലിമ, ബിന്ദാര, വിശാഖ്. എനിക്ക് BSNL ജോലി. ശ്രീലക്ഷ്മിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. സത്യം പറഞ്ഞാൽ മക്കൾ 3 പേരും പഠിക്കുകയാണ്. അല്ലിമയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ വർഷം കൊണ്ട് അവസാനിക്കും. എക്സാം കഴിഞ്ഞാൽ കല്യാണം നടത്താമെന്ന ഞങ്ങളുടെ നിലപാട്. രാജഗോപാൽ പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത്. ജയദേവൻ നമ്പ്യാർ അനുകൂലിച്ചു. പെൺകുട്ടിയെ കണ്ടില്ലല്ലോ? രാജശ്രീ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഫോട്ടോയൊക്കെ സന്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും നേരിട്ട് കാണുന്ന പോലെയല്ലല്ലോ ഫോട്ടോ. ചേച്ചി ജീരകവെള്ളം എടുക്കുക, ബിന്ദാര പറഞ്ഞു. സ്ത്രീധന സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ? സോറി, പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. രാജഗോപാൽ രാജശ്രീയും ജയദേവൻ നമ്പ്യാരെയും മാറി മാറി നോക്കി. ഞങ്ങൾക്ക് എന്ത് ഡിമാൻഡ്സ്? ഒന്നുമില്ല. നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ ചെയ്യേണ്ടത്. ഞങ്ങൾക്കോ എൻ്റെ മകനോ അതൊന്നും വേണ്ടി വരില്ല. അതെന്തായാലും അവൾക്ക് തന്നെ കൊടുത്തേക്കുക. ചിലർക്ക് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചതാ. സോറി, രാജഗോപാൽ പറഞ്ഞു. അപ്പോഴേക്കും അല്ലിമ ഒരു ജഗ്ഗിൽ ചൂട് ജീരകവെള്ളവുമായി വന്നു. എല്ലാവരുടെയും നോട്ടം അവളുടെ മേൽ വീണു. എല്ലാ കണ്ണുകളും തന്നിലാണെന്നറിഞ്ഞ് അല്ലിമ അല്പം ചൂളി. മിഴി താഴ്ത്തി ജീരകവെള്ളത്തിൻ്റെ ജഗ് ടീപ്പോയിന്മേൽ വെച്ചു. അവിടെ ഒഴിഞ്ഞിരുന്ന 2 ഗ്ലാസ്സുകളിൽ അവൾ ജഗ്ഗിൽ നിന്ന് ജീരകവെള്ളം പകർന്നു. അതിലൊരു ഗ്ലാസ് എടുത്ത് ജയദേവൻ നമ്പ്യാർക്ക് നേരെ നീട്ടി.
ജയദേവൻ നമ്പ്യാർ മന്ദഹാസത്തോടെ അത് വാങ്ങി ഒരു കവിൾ വെള്ളം കുടിച്ചു. എന്നിട്ട് അല്ലിമയോട് പറഞ്ഞു, അവിടെ ഇരിക്ക്. പണ്ടത്തെ മാതിരി എല്ലാവരുടെ മുൻപിൽ പ്രദർശന വസ്തു പോലെ നിൽക്കുകയൊന്നും വേണ്ട. അല്ലിമ ശ്രീലക്ഷ്മിക്കരികെ സോഫയിലിരുന്നു. അപ്പോഴും എല്ലാ കണ്ണുകളും അവളിലായിരുന്നു. തൻ്റെ മകൻ ഈ സുന്ദരി പെണ്ണിൽ ആകൃഷ്ടനായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്ന് രാജശ്രീക്ക് ബോധ്യപ്പെട്ടു. നിഷേധ മനസ്സോടെ വന്ന ബിന്ദുജയ്ക്ക് പോലും അല്ലിമയെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നിപ്പോയി. ബ്യൂട്ടി പാർലറിൻ്റെ സൃഷ്ടിയായ ഒരു നാഗരിക സൗന്ദര്യ തിടമ്പിനെയാണ് ബിന്ദുജ പ്രതീക്ഷിച്ചത്. എന്നാൽ അവൾക്ക് കാണാൻ കഴിഞ്ഞത് കൃത്രിമമായ യാതൊരു ചമയങ്ങളുമില്ലാതെ ലളിത വേഷമണിഞ്ഞു വന്ന ലാവണ്യവതിയെ. അന്യോന്യമുള്ള പരിചയപ്പെടലുകൾ, ചോദ്യോത്തരങ്ങൾ, വിവിധ വിഷയങ്ങളിലുള്ള താല്പര്യങ്ങൾ, ഇവയിലൂടെയെല്ലാം സംഭാഷണങ്ങൾ കടന്നുപോയി. ഇനി നിങ്ങളും നിങ്ങളുടെ ആളുകളും കൂടി ഹരിപ്പാട്ടേക്ക് വരണം. അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാം. ഇപ്പോൾ ഒരു ഏകദേശ ധാരണയായല്ലോ, ജയദേവൻ നമ്പ്യാർ രാജഗോപാലിനോട് പറഞ്ഞു. അതിനെന്താ, ഞങ്ങൾ വരാം. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. സന്തവും അല്ലിമയും തമ്മിൽ സ്നേഹത്തിലാണ്. കല്യാണവും ഏറെക്കുറെ നമ്മൾ തീരുമാനിച്ചു. ഇവിടെ വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് പോരായ്മയൊന്നും തോന്നിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകാമല്ലോ. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ, അത് നിർബന്ധ, രാജഗോപാൽ പറഞ്ഞു. ഹരിപ്പാടുന്ന് ഇവിടം വരെ വന്നിട്ട് ഊണ് കഴിക്കാതെ പോവുക എന്ന് വെച്ചാൽ ഞങ്ങൾക്കതൊരു ക്ഷീണമാ. ഇവിടെ ഞങ്ങൾക്ക് വീടുണ്ടല്ലോ, ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇതൊരു സ്പെഷ്യൽ ഒക്കേഷനല്ലേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഊണൊരുക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ജയദേവൻ നമ്പ്യാർ കൂടുതൽ ചെറുത്തുനിൽപ്പില്ലാതെ സമ്മതം മൂളി. ഊണ് വിഭവസമൃദ്ധമായിരുന്നു. ഇവിടെ സെർവൻസ് ഉണ്ടോ? രാജശ്രീ ഊണിനിടയിൽ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ സെർവൻസ്, ശ്രീലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു. കൊള്ളാം, ഞാനും വിചാരിച്ചു സെർവൻസ് ഇത്ര ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുമോയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യുന്ന ജോലി നന്നാവണമെന്നില്ല, തീർക്കണമെന്നേയുള്ളൂ. എല്ലാം നന്നായിട്ടുണ്ട്, ജയദേവൻ നമ്പ്യാരും പ്രശംസിച്ചു. ഊണിന് ശേഷം അല്ലിമയും നന്ദനയും ഗോപികയും വിന്ദാരയും മുകളിലത്തെ ലോബിയിൽ അവരവരുടെ മൊബൈലുമായി ഒത്തുകൂടി. താഴെ ലിവിംഗ് റൂമിലിരുന്ന് വിശ്രമിക്കവേ ജയദേവൻ നമ്പ്യാർ രാജഗോപാലിനോട് പറഞ്ഞു, അല്ലിമയുടെ ജാതകം തന്നയച്ചാൽ നന്നായിരുന്നു. അവിടെ ഹരിപ്പാട്ട് നല്ല ജ്യോത്സ്യരുണ്ട്, പൊരുത്തങ്ങൾ നോക്കാമല്ലോ. അവർ തമ്മിൽ എന്തായാലും വലിയ സ്നേഹത്തിലായി. ഇനി ജാതകം നോക്കേണ്ട ആവശ്യമുണ്ടോ? രാജഗോപാൽ ചോദിച്ചു. ജാതകം നോക്കണം, ഭാവിയിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമോ എന്നറിയണ്ടേ. അല്ലിമയ്ക്ക് ചൊവ്വാദോഷമൊന്നുമില്ലല്ലോ? ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ജാതകത്തിലൊന്നും വലിയ വിശ്വാസമില്ല. ജാതകം നോക്കിയിട്ടാണെങ്കിൽ എൻ്റെ ശ്രീലക്ഷ്മിയുടെ കല്യാണം നടക്കില്ല. 10ൽ 4 പൊരുത്തം. ഇത് വേണ്ടെന്നാണ് ജ്യോത്സ്യർ കൽപ്പിച്ചത്. പക്ഷേ എനിക്ക് ശ്രീലക്ഷ്മിയെ ഇഷ്ടമായി. അവളുടെ വീട്ടുകാർക്ക് കൂടി സമ്മതമാണെങ്കിൽ നടത്താമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നത്. ഇന്നേ വരെ ഒരനർത്ഥവും ഉണ്ടായിട്ടില്ല. എന്നു മാത്രമല്ല, ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. ഉയർച്ചയല്ലാതെ താഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. മേ ബി അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ജാതകം നോക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്കതിലൊക്കെ വലിയ വിശ്വാസമാണ്. എനിക്ക് പണ്ടൊരു കല്യാണാലോചന വന്നു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. നല്ല ഫാമിലി, എല്ലാം കൊണ്ടും ഇണങ്ങിയ ആലോചന, പൊരുത്തങ്ങളും വേണ്ടത്രയുണ്ട്. എന്നാലും ജ്യോത്സ്യർക്കൊരു സംശയം. പെണ്ണിന് ജാതകത്തിൽ ദീർഘായുസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 22 കഴിഞ്ഞ് കിട്ടണം. അവിടെ എന്തോ ഒരു തടസ്സം. കല്യാണവും മാറിപ്പോയി. ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു. പക്ഷേ 28ാമത്തെ വയസ്സിൽ ഹാർട്ടിൻ്റെ വാൽവ് തകരാറിലായി മരിച്ചു. 22ൻ്റെ തടസ്സം കടന്നുപോയില്ലേന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അന്തിമ ഫലം എന്താ? വിശ്വസിക്കുന്നവർക്ക് അതിനിണങ്ങിയ ഉദാഹരണങ്ങൾ കിട്ടും. വിശ്വസിക്കാത്തവർക്ക് അതിനു പറ്റിയ സംഭവങ്ങളും പറയാനുണ്ടാകും. നമുക്കിപ്പോൾ വാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാം നാട്ടുനടപ്പല്ലേ. ജാതകം എടുത്തു വെക്കാൻ പറയണമെന്ന് ഞാൻ സുധാകരനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജശ്രീ പറഞ്ഞു. ഇത്രയും ആയപ്പോഴേക്കും ശ്രീലക്ഷ്മി ഇടപെട്ടു. പറയാഞ്ഞിട്ടല്ല, ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി താഴത്തെ നിലയിലുള്ളതെല്ലാം വാരി വലിച്ച് അപ്സ്റ്റെയറിൽ കൊണ്ടുപോയിട്ടു. പിന്നെ വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം താഴേക്ക് കൊണ്ടുവന്നു. ഷിഫ്റ്റിങ്ങിനിടയിൽ ചില പ്രമാണങ്ങളും റെക്കോർഡും ഒക്കെ മിസ്സായി. ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ.
എങ്കിലെവിടെയെങ്കിലും കാണും. ഒന്നുകൂടെ ശരിക്കും നോക്കിയാൽ മതി. നോക്കാം. രാജഗോപാൽ എന്തെങ്കിലും പറയും മുമ്പേ ശ്രീലക്ഷ്മി തിടുക്കത്തിൽ പറഞ്ഞു. അഥവാ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ. ജനിച്ച നാളും നക്ഷത്രവും സമയവും അറിയാമല്ലോ. അത് കുറിച്ചു കൊടുത്താൽ ജ്യോത്സ്യരെ നോക്കിക്കോളും. ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഒന്നുകൂടെ നോക്കട്ടെ, രാജഗോപാൽ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ സന്തോഷമായി യാത്ര പറഞ്ഞ് ജയദേവൻ നമ്പ്യാരും കൂട്ടരും സുധാകരൻ നായരുടെ വീട്ടിലേക്ക് പോയി. അല്ലിമയും ബിന്ദാരിയും വിശാഖും നന്ദനയോടും ഗോപികയോടുമൊപ്പം വെറുതെ പുഴക്കരയിലേക്ക് നടന്നു. അവരുടേതായ പുതിയൊരു സഖ്യം രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രാജഗോപാൽ ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ജാതകത്തിൻ്റെ പേരിലാണോ? ശ്രീലക്ഷ്മി ചോദിച്ചു. ജഡ്ജി സമ്മതിക്കില്ല. ജാതകമില്ലെന്ന് പറഞ്ഞാലോ? കാരണം ചോദിക്കും. ജനിച്ച തീയതിയും സമയവും ചോദിക്കും. നമുക്ക് സത്യം പറയാൻ പറ്റുമോ? ശ്രീലക്ഷ്മി ആ ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായയായി. അടുത്ത ഭാഗം നാളെ.